ഹായ് ഹായ്. അപ്പൊ നമ്മൾ റെഡിയായി ദൃശ്യം കാണാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതിന് വേണ്ടി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചല്ലോ. അതെ, നമ്മുടെ ദൃശ്യം സ്പെഷ്യൽ കോസ്റ്റ്യൂം വന്നിട്ടത് നമ്മള് നാട്ടിൽ നിന്ന് വിഷുവിന് നാട്ടിൽ പോയ ടൈമിൽ എടുത്താണ്. ഇവിടെ വെസ്റ്റ് സൈഡ് ഏതോ ആണല്ലോ, അവിടെ എടുത്താണ്. കൊള്ളാമില്ല ഡ്രസ്. അപ്പൊ പോയിട്ട് നമ്മള് റിവ്യൂ ഇടുന്നതായിരിക്കും. ഹായ് ഗൈസ്, how are you doing? അതിന്റെ ഹെയർ കണ്ടില്ലേ? ഗൈസ്, ഇന്നിപ്പോ ഉച്ച മുതൽ ചെയ്തു വെച്ചതാണ്. അപ്പൊ മിന്നുവിനാണ് ഇതിന്റെ മെയിൻ കലാപരിപാടികൾ മൊത്തം മിന്നുവിന്റെയാണ്. അങ്ങനെ നമ്മൾ മൊറീന മോളെത്തി നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. ദേ സ്കൂബൈ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു വിശപ്പാണ്. അതിപ്പോൾ തിയേറ്ററൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തിറങ്ങിയാൽ കൂടെ അപ്പം വിശക്കാൻ തുടങ്ങും. പിന്നെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. ശരി, കഴിച്ച് സമാധാനത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഇന്ന് വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്യണമെന്ന് പറയായിരുന്നു. ഇതേ നമ്മുടെ ബിരിയാണി എത്തി. അപ്പോഴത്തേക്കും ഇതേ ചോള ഭട്ടൂര എത്തി. പിന്നെ ഏട്ടൻ വേറെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പനീർ റോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കിരി ചിക്കിരി വരാതെ ചൂടന്നങ്ങടെ ആലപ്പ. ഈ ഒരു സീനിൽ ലാലട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല ആ ഒരു ഇരിപ്പും. അങ്ങനെ നമ്മുടെ ദൃശ്യം കഴിഞ്ഞു ഗൈസ്. ചേട്ടാ കൊള്ളാവോ? പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ക്ലൈമാക്സ് എവിടെയോ കൊണ്ട് എത്തിച്ചു എന്നാണ് പറയാനല്ലേ. ആരും പ്രതീക്ഷിക്കില്ല, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെയാണല്ലോ ജിത്തു ജോസഫ് എപ്പോഴും. പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ടോ, സൂപ്പറായിരുന്നു. പടം കഴിഞ്ഞ് എണീക്കുമ്പോ